മറ്റൊരു വാർത്തയിലേക്ക് നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിന്റെ ഓഫീസിൽ ആദായനികുതി വകുപ്പ് നടത്തുന്ന പരിശോധന ഇന്നും തുടരാൻ സാധ്യത. ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതായാണ് സൂചന. സൗബിന്റെ കൂടി ഉടമസ്ഥതയിലുള്ള പറവ ഫിലിംസിന്റെ ഓഫീസിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ആദായനികുതി അടയ്ക്കുന്നതിൽ തട്ടിപ്പ് നടത്തിയതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, മണിക്കൂറുകൾ നീണ്ട പരിശോധന ഇന്നലെ നടന്നു, ഇന്നും തുടരാൻ സാധ്യതയെന്നറിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആ പരിശോധനയുടെ ഒരു തുടർച്ച അത് ഇന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ പരിശോധനകൾ നടന്നു. അതിനുശേഷം ഉച്ചയോടുകൂടി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം അവർ വീണ്ടും തിരിച്ചെത്തുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അവർ തിരിച്ചെത്തി വീണ്ടും അവർ പരിശോധന തുടർന്നു. അത് രാത്രി അല്പം നീണ്ടു നിൽക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് ചില രേഖകളെല്ലാം തന്നെ തുടക്കത്തിൽ തന്നെ അവർ പരിശോധിച്ചിരുന്നു. വീണ്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അതിൽ കുറച്ചുകൂടി വ്യക്തതയും കാര്യങ്ങളും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വീണ്ടും എത്തിയത്. പ്രാഥമികമായ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇതിൽ നികുതി വെട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചനകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സൗബിനെ അടക്കം ഇതിൽ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന ഘട്ടത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഈ ആദായ നികുതി വകുപ്പ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. മറ്റ് ഈ സൗബിൻ കൂടി ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഇതിൽ പറവ ഫിലിംസ് എന്ന് പറയുന്നത്. കുറച്ച് നിർമ്മാതാക്കൾ കൂടിയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രവും അത് വലിയ രീതിയിൽ ചർച്ചയും ശ്രദ്ധയും നേടിയ ചിത്രമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദായ നികുതി വകുപ്പ് അതിൽ നികുതി ഒടുക്കേണ്ട കാര്യങ്ങളിൽ ഗുരുതരമായ വീഴ്ചകൾ വന്നിരിക്കുന്നു എന്നൊരു ആരോപണമാണ് ഉയരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ പരിശോധനകളിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്തത്. രണ്ട് കമ്പനികൾ കൂടി ഇതിൽ സമാനമായ രീതിയിൽ അന്വേഷണം നേരിടുന്നുണ്ട്. പറവയ്ക്കൊപ്പം തന്നെ ബിഗ് ഡ്രീംസ് എന്ന് പറയുന്ന ഒരു കമ്പനി കൂടി ഇതിലേക്ക് വരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇവർക്ക് പണം നൽകി, കമ്പനികൾക്ക് പണം നൽകി സഹായിക്കുന്ന വ്യക്തിയെക്കുറിച്ച് കൂടി അന്വേഷണം വരുന്നു. തുടക്കത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അടക്കം ഈ മലയാള സിനിമ മേഖല ഉൾപ്പെടെയുള്ള ഇവിടെ പണം മുടക്കുന്നവർ അതിൽ കള്ളപ്പണമുണ്ട് എന്നൊരു ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നു. അപ്പോൾ പൊതുവായി നടക്കുന്ന ഒരു അന്വേഷണം ഇതിൻ്റെ ഇഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതിലൂടെ ചുവട് പിടിച്ചു തന്നെയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പും അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. പ്രധാനമായും നികുതി അടക്കുന്നതിലെ വീഴ്ച സംബന്ധിയായ കാര്യങ്ങളാണ് ആദായ നികുതി വകുപ്പ് അന്വേഷിക്കുന്നത്. അതിൽ ഗുരുതരമായ വീഴ്ചകൾ ഇവർ പറവ ഫിലിംസ് അടക്കം ഈ ചിത്രത്തിൻ്റെ നിർമ്മാണ വിതരണവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ വന്നിട്ടുണ്ട് എന്നതാണ് അവരുടേതായ ഒരു വിലയിരുത്തൽ. കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. 40 മുതൽ 60 കോടി രൂപ വരെയുള്ള ഒരു വെട്ടിപ്പ് ഇതുമായി നടന്നിട്ടുണ്ട് എന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ നടത്തുന്ന പരിശോധനകൾ. ഇതിൻ്റെ ഭാഗമായി സൗബിനെയും സുഹൃത്തുക്കളെയും വൈകാതെ ചോദ്യം ചെയ്യും, അവരെ നോട്ടീസ് നൽകി വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അശ്വതി, ശരി. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.